വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെന്ന് വരികിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ദാഹത്തോടുകൂടി ജീവജലത്തിൻ്റെ ഉറവയിലേക്ക് കടന്നു വന്ന് ആവോളം ആസ്വദിച്ചുകൊണ്ട് ധന്യമായ ഒരു ജീവിതം നയിച്ച മറിയം ത്രേസ്യയെ നാം നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. മങ്കിടിയാൻ കുടുംബത്തിൽ തോമസ് അന്നമ്മ ദമ്പതികളുടെ മകളായി 1876 ഏപ്രിൽ മാസം 26-ാം തീയതി പുത്തൻചിറ തൃശ്ശൂർ ജനിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിത്വം എങ്ങനെയാണ് ഈ ഉന്നത പദവിയിലേക്ക് കടന്നു വന്നത് എന്ന് ചോദിച്ചാൽ, ജീവജലത്തിൻ്റെ ഉറവ അന്വേഷിച്ച് കണ്ടെത്തി ആ ഉറവയിൽ നിന്ന് ആവോളം ആസ്വദിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തിയ ഒരു വ്യക്തിയായിട്ടാണ് മറിയം ത്രേസ്യയെ നാം കാണുന്നത്. വാഴ്ത്തപ്പെട്ടവളായ മറിയം ത്രേസ്യ ആഴമായ ദൈവവിശ്വാസത്തിൽ വളർന്നു വരുവാൻ ഈ സഹോദരിയുടെ അമ്മ അന്നമ്മ ആത്മാർത്ഥമായി പരിശീലിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെ മുമ്പിൽ കൃപയിലും വളർന്നു വരണം. അതിനുവേണ്ടി മങ്കിടിയാൻ കുടുംബത്തിൽ എപ്രകാരം വാത്സല്യ മാതാപിതാക്കൾ തോമസും അന്നമ്മയും മറിയം ത്രേസ്യയെ വളർത്തിക്കൊണ്ടുവന്നുവോ അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള ഉത്തരവാദിത്വം കുടുംബാംഗങ്ങൾക്കുണ്ട്, സഭയ്ക്കും സമൂഹത്തിനുമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു മറിയം ത്രേസ്യയുടെ. എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കുമായിരുന്നു. അതിൻ്റെ അർത്ഥം ചെറുപ്രായത്തിൽ മനസ്സിലാക്കിയിട്ടല്ല, മാതാപിതാക്കൾ കൊടുത്ത പരിശീലനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മെ നാമാക്കി മാറ്റുന്നത് തമ്പുരാൻ്റെ ദിവ്യ കാരുണ്യമാണ്. ഒരു സഭയായി നിലകൊള്ളുന്നത് തമ്പുരാൻ്റെ കാരുണ്യത്താലാണ്. പല വ്യക്തിത്വങ്ങളെ ഒന്നിപ്പിച്ച് ഒരു കുടുംബമാക്കി ഒരു കൂട്ടായ്മയാക്കി തീർക്കുന്നത് ദിവ്യ കാരുണ്യമാണ്. കാഴ്ച വസ്തുക്കളായ അപ്പവും മീഞ്ഞും കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറുന്നത് പോലെ ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുന്ന ഓരോ വ്യക്തികളും മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടണം, സഞ്ചരിക്കുന്ന സക്രാരികളായി അനുഭവപ്പെടണം എന്നുള്ളതാണ് എന്ന് ആ സഹോദരി ചെറുപ്രായത്തിലേ മനസ്സിലാക്കിയിരുന്നു. ചെറുപ്പത്തിൽ തന്നെ പുണ്യവതി എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത് ഈ മകളെ. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ പുണ്യം കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത്. എന്തുകൊണ്ടാണത് സംഭവിച്ചത് എന്ന് നോക്കുമ്പോൾ
ഈശോയോടുകൂടി കരയുവാനും സഹിക്കുവാനും ഉണർന്നിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും വിളിക്കപ്പെട്ടവളാണ് താനെന്നുള്ള ബോധ്യം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ തന്നോടുകൂടി ആയിരിക്കുവാൻ, ഐക്യപ്പെടുവാൻ, സാക്ഷികളായി ജീവിക്കുവാൻ തനിക്കിഷ്ടമുള്ളവരെ അവിടുന്ന് വിളിച്ചു എന്ന് പറയുന്നത് പോലെ ഈശോയോടുകൂടി ആയിരിക്കുവാൻ, അവിടുത്തോടുകൂടി കരയുവാൻ, അവിടുത്തോടുകൂടി സഹിക്കുവാൻ, അവിടുത്തോടുകൂടി ഉണർന്നിരിക്കുവാൻ, അവിടുത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ടവളാണ് താനെന്നുള്ള ആ ബോധ്യം മറിയം ത്രേസ്യായിക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ് ചെറുപ്രായത്തിൽ തന്നെ അവൾ സ്വായത്തമാക്കിയത്. അവൾ വീണ്ടും പറയുകയാണ്, വാട്ട് ഈസ് ലാക്കിംഗ് ഇൻ ക്രൈസ്റ്റ് സഫറിങ് എ കോമ്പൻസേറ്റ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ കുറവ് എൻ്റെ ശരീരത്തിൽ തികയ്ക്കാൻ അവൾ സന്നദ്ധയായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശുവിൻ്റെ പീഡാസഹനത്തിൽ എന്തെങ്കിലും കുറവുണ്ട് എന്ന് വരികിൽ അത് എൻ്റെ സഹനത്തിലൂടെ ഞാൻ പരിഹരിക്കുന്നു എന്ന് പറയുവാനുള്ള ധൈര്യവും ശക്തിയുമാണ് ചെറുപ്രായത്തിൽ ഈ മകൾ സ്വായത്തമാക്കിയത്. 5-ാമത്തെ വയസ്സ് മുതൽ അവൾ ഉപവസിച്ചിരുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ഒത്തു വസിക്കുക, അവനോടൊത്ത് വസിക്കുക എന്നുള്ളതാണ് ഉപവാസം. ദൈവത്തോടുകൂടി ആയിരിക്കുമ്പോൾ ഒന്നിനും ഒരു കുറവില്ല. 23-ാം സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് യാതൊന്നിനും കുറവുണ്ടാവുകയില്ല. എല്ലാ കുറവുകളെയും നിറവുകളാക്കി മാറ്റുവാൻ 5-ാമത്തെ വയസ്സ് മുതൽ ഈ മകൾക്ക് സാധിച്ചു. അവളുടെ ഉപവാസം വഴിയായി, അവനോടൊത്ത് വസിക്കുന്നത് വഴിയായി, ഒന്നിനും ഒരു കുറവില്ലാത്ത അനുഭവത്തിലൂടെ ജീവിക്കുന്നത് വഴിയായി ദാഹവും വിശപ്പും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുവാൻ അവൾക്ക് കഴിഞ്ഞു. നല്ലവനായ ഈശോ സഹിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കളിക്കാനാകും എന്ന് മറിയം ത്രേസ്യ തൻ്റെ വാത്സല്യ അമ്മയായ അന്നമ്മയോട് ചോദിക്കുകയുണ്ടായി. നല്ലവനായ ഈശോ സഹിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കളിക്കാനാകും? യേശുവിനോടുകൂടി സന്തോഷിക്കുവാൻ, യേശുവിൻ്റെ സഹനത്തിൽ പങ്കാളിയാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു ബോധ്യം അവളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ തനിക്ക് കഴിയും എന്നുള്ള ഒരു ബോധ്യം ലഭിക്കുകയാണ് ഈ മകൾക്ക്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവൾ കൊടുക്കുന്ന മറുപടി, അവളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം എന്ന് പറയുന്നത്, അനുഭവം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ വിശുദ്ധ കുർബാനയിലൂടെ ആദ്യമായി സ്വീകരിച്ച ആ ദിവസമാണ്. യേശു തൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നു, ഞാൻ യേശുവിനോടുകൂടിയാണ് എന്നുള്ള ബോധ്യം. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചുപോയി. എന്നാൽ അതുപോലെയല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യമായി ജീവിക്കുമെന്നരുളി ചെയ്ത ദിവ്യകാരുണ്യനാഥൻ അവൾ കൊടുക്കുന്നതായ ആ സന്തോഷം ഏറെ വലുതായിട്ട് അവൾ കാണുകയായിരുന്നു. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, ആദ്യ കുർബാന സ്വീകരിച്ച ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം എന്ന്. വളരെയധികം പ്രാവശ്യം ഈശോയും പരിശുദ്ധ അമ്മയുമൊക്കെ മറിയം ത്രേസ്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ട അവളെ ശക്തീകരിച്ചതായി, സമാധാനം ആശംസിച്ചതായി ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. 1912 ആണ്ട് നവംബർ മാസം 26-ാം തീയതി ത്രേസ്യ ഒല്ലൂരിലുള്ള കർമ്മലീത്ത മഠത്തിൽ പ്രവേശിച്ചു. ഒരു സന്യാസിനിയാകണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തിൽ കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിൽ ചേർന്ന അവൾക്ക് കുറേ കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടു, അവളുടെ ദൈവവിളി അവിടെയല്ല, തിരുക്കുടുംബ കൂട്ടായ്മ രൂപപ്പെടുത്തുക,
ഹോളി ഫാമിലി കൂട്ടായ്മ ശക്തിപ്പെടുത്തുക. ആ കൂട്ടായ്മയിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യവും രക്ഷാകരമായ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് നാം ജീവിക്കണം എന്നാണ് പ്രത്യേകമായും പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച അനുഗ്രഹം. അതുകൊണ്ട് അവൾ ഹോളി ഫാമിലി സന്യാസിനി സഭ സ്ഥാപിക്കുവാൻ മുൻപോട്ട് വരികയും 1913 ജനുവരി മാസം 27 പ്രഥമ വാഗ്ദാനം നടത്തുകയും ചെയ്തു. 1914 അത് ഒരു മഠമാക്കി മാറ്റി. രൂപതാധ്യക്ഷനായിരുന്ന മേനാശ്ശേരി പിതാവും ആധ്യാത്മിക പിതാവായിരുന്ന വിധേയത്തിൽ അച്ഛനും ജോസഫ് വിധേയത്തിൽ അച്ഛനും ഒക്കെ ഈ മകളെ അനുഗ്രഹിച്ചു. അവരുടെ അനുവാദത്തോടെയായിരുന്നു പുതിയ സന്യാസിനി സമൂഹം സ്ഥാപിച്ചത്. താനെന്ന ബോധ്യം മറിയം ത്രേസ്യയ്ക്ക് ഉണ്ടായി. അവൾ ദൈവം നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങളെ നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് 1926 ജൂൺ മാസം 8 സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി. 1994 ജൂൺ മാസം 28 ദൈവദാസിയായി പ്രഖ്യാപിച്ചു. 2000 ഏപ്രിൽ 9 മഹാജൂബിലി വർഷത്തിൽ അവളെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. പ്രിയ സഹോദരങ്ങളെ, ആർക്കെങ്കിലും ദാഹിക്കുന്നെന്ന് വരികിൽ എൻ്റെ അടുക്കൽ വരട്ടെ, ജീവൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കട്ടെ എന്നരുളി ചെയ്ത തമ്പുരാൻ്റെ വാക്കുകൾ തൻ്റെ ദാഹം അകറ്റുവാൻ ജീവൻ്റെ വചനത്തിന് മുമ്പിൽ പ്രാർത്ഥനയിലൂടെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു മറിയം ത്രേസ്യയുടേത് എന്ന് നന്ദിയോടെ നാം ഓർക്കുകയാണ്. കൂടാരത്തിരുനാളിൻ്റെ അവസാന ദിവസം അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട ജനം വാഗ്ദത്ത നാട്ടിലേക്ക് പോകുമ്പോൾ കൂടാരം നിർമ്മിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ നന്ദിയോടെ അനുസ്മരിക്കുകയായിരുന്നു. എല്ലാ പ്രതിസന്ധികളിലും തങ്ങളെ ശക്തിപ്പെടുത്തുവാൻ തമ്പുരാൻ്റെ സാന്നിധ്യം ഇങ്ങനെയുള്ള കൂടാരങ്ങളിലൂടെ അനുഭവിച്ച അവർ, അത് താൽക്കാലികമായ കൂടാരങ്ങളാണ്. സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്ര പോലെ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ താൽക്കാലിക കൂടാരങ്ങളാക്കി അതിനെ മാറ്റിയെങ്കിൽ നിശ്ചയമായും എല്ലാ മനുഷ്യരിലും ഒരു ദാഹമുണ്ട് എന്നും ആ ദാഹം ശമിപ്പിക്കുവാൻ അതിനുള്ള കഴിവുള്ളവനായിട്ട് ഉള്ളത് ഒരേ ഒരാൾ മാത്രമാണ്, അത് യേശുക്രിസ്തു. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവയെ അനുഗ്രഹത്തിനായിട്ട് മാറ്റിത്തരുവാൻ കഴിവുള്ളവൻ യേശുക്രിസ്തുവാണ്. ഈ ലോകത്തിലും ഒന്നിനും ശമിപ്പിക്കാനാവാത്ത ഒരന്തർദാഹം ഓരോ മനുഷ്യനിലുമുണ്ട്. അത് ദൈവത്തോടുകൂടി ആയിരിക്കുന്ന, നിത്യതയിൽ ആയിരിക്കുന്ന ഒരനുഭവമാണ്. നിലനിൽക്കുന്നതും നിത്യവുമായ ഒരു ജീവിതത്തിനു വേണ്ടിയുള്ള അഭിവാഞ്ച, തീക്ഷ്ണമായ ആഗ്രഹം, നിത്യജീവന് വേണ്ടിയുള്ള ആഗ്രഹം മറിയം ത്രേസ്യയിൽ നിറഞ്ഞു നിന്നിരുന്നു. പരിശുദ്ധാത്മാവിനെയാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെന്ന് വരികിൽ എൻ്റെ അടുക്കൽ വരട്ടെ, ജീവൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെയാണ് ഇവിടെ ജലം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 7-39 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അരൂപിയെ നൽകിയാണ് ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഉൽപ്പത്തി പുസ്തകം 2-7 തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട്
അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ മനനം ചെയ്യപ്പെട്ടവനായി സൃഷ്ടിക്കപ്പെട്ടവനായി മാറി എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ അരൂപിയാണ് നമ്മെ നയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തതിലൂടെ ഈ അരൂപിയെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. നഷ്ടപ്പെട്ട അരൂപിയെ അവിടുന്ന് വീണ്ടും കിട്ടിയത്, മനുഷ്യന് വീണ്ടും കിട്ടിയത് ഈശോ മിശിഹായുടെ പൂർത്തിയാക്കപ്പെട്ട ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഒരു മനുഷ്യന് നശിച്ചു പോകുവാൻ പാടില്ല, എല്ലാവരും രക്ഷപ്പെടണം. അതിനുവേണ്ടി തമ്പുരാൻ നടത്തിയ പരിശ്രമങ്ങളാണ് നാം അവിടെ കാണുന്നത്. ഈശോയിൽ പൂർത്തിയാക്കപ്പെട്ട രക്ഷാകര പ്രവർത്തനത്തിലൂടെ മനുഷ്യർക്ക് വീണ്ടും നൽകപ്പെട്ട അരൂപിയാണ് ഉദ്ധിതനായ മിശിഹായുടെ നിശ്വസനത്തിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവൻ അവരുടെ മേൽ നിശ്വസിച്ചു. വെറും ശ്വാസമല്ല, പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകുകയായിരുന്നു അവിടുന്ന്. ഉദ്ധിതനായ മിശിഹായാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നവൻ എന്നുകൂടി നാം മനസ്സിലാക്കണം. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെയാണ് തൻ്റെ പക്കൽ വന്ന് പരിശുദ്ധാത്മാവൻ ആകുന്ന ജീവജലം പാനം ചെയ്യുവാൻ ഈശോ എല്ലാവരെയും ക്ഷണിക്കുന്നത്. നമ്മുടെ ദാഹമകറ്റുവാൻ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക്, വചനത്തിൻ്റെ മാസ്മര ശക്തിയിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക്, ദിവ്യകാരുണ്യ ആരാധനയിലേക്ക്, ദിവ്യകാരുണ്യ ബലിയർപ്പണത്തിലേക്ക് അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും നയിച്ചിരിക്കുന്നു എന്ന് കാണുമ്പോൾ നിശ്ചയമായും ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഇടയാകണം. സഭയെ മിശിഹായുടെ ശരീരം എന്നാണല്ലോ വിശേഷിപ്പിച്ചിരുന്നത്. മാമോദീസായിലൂടെ അവിടുത്തെ അരൂപിയാൽ നിറയ്ക്കപ്പെട്ടവരായി, അവിടുത്തെ ശരീരത്തിൽ പങ്കാളികളായി, രക്തത്തിൽ പങ്കാളികളാക്കി നമ്മെ അവിടുന്ന് മാറ്റുമ്പോൾ ഈ അരൂപിയെ ആദ്യമായി സ്വീകരിക്കുന്നത് മിശിഹായിൽ ഒരു ശരീരമായി തീരുന്ന തൻ്റെ മക്കളാണ്. നമ്മെ എല്ലാവരെയും മിശിഹായിൽ ഒന്നിപ്പിക്കുകയാണ് ഈ ആത്മാവ്. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്നു എന്ന് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. തുടർന്ന് പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ വിശ്വാസ ജീവിതത്തിലൂടെ അഥവാ സഭാജീവിതത്തിലൂടെയാണ് മിശിഹായിൽ നിന്നും അരൂപിയാകുന്ന ജീവജലം നാം നിരന്തരം പാനം ചെയ്യുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാന നമ്മുടെ ദാഹം ശമിപ്പിക്കുന്ന ജീവജലമായി മാറ്റുകയാണ് അവിടുന്ന്. സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ദാഹിക്കുകയില്ല എന്ന്. അപ്പോൾ അവിടുന്ന് നൽകുന്ന അനുഗ്രഹം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ അനുഗ്രഹമായി അത് നിലകൊള്ളുകയാണ്. ഈശോയുടെ പക്കൽ വരുന്നവർ ഈശോയെ വിശ്വസിക്കുന്നവരാണ്. മിശിഹ തന്നെയാണ് ജീവജലത്തിൻ്റെ ഉറവ. മിശിഹായിൽ നിന്നും സഭാജീവിതത്തിലൂടെ നിരന്തരം അരൂപിയെ സ്വീകരിച്ച് ജീവിക്കുവാൻ വിശ്വാസികൾ മറ്റുള്ളവർക്ക് അരൂപിയായി മാറണം എന്നുള്ളതാണ് തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ അവിടെ നിന്നും ഒഴുക്കും. ഇത് പഴയ നിയമത്തിനുള്ള കൃത്യമായ ഒരു ഉദ്ധരണിയല്ല. ജലത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ പഴയ നിയമത്തിലുണ്ട്. പറുദീസായിലെ ഉറവ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം കാണുന്നു. ശിലയാണ് ജീവിതത്തിൻ്റെ ഉറവയാണ് എന്ന് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യവും സങ്കീർത്തനം 78-ാം അധ്യായം
16 വാക്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ പാനീയം ഒഴുക്കുന്ന ശില മിശിഹായാണെന്ന് പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നു. 1 കൊരിന്ത്യർ 10 വാക്യത്തിൽ ആത്മീയ പാനീയം ഒഴുകുന്ന ശില അത് യേശുക്രിസ്തുവാണ്. തൻ്റെ മക്കൾക്ക് ആത്മീയമായ ദാഹമകറ്റുവാൻ ഒരു പാറയായി ആ പാറയിൽ നിന്ന് വെള്ളം ഒഴുക്കി കൊടുക്കുന്നത് ഈശോയാണ്. ദേവാലയം ജലത്തിൻ്റെ ഉറവിടമെന്ന് എസെക്കിയേലിൻ്റെ പുസ്തകം 47 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിലും സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 14 8 വാക്യത്തിലും ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 3 18 വാക്യത്തിലും ഒക്കെ നാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആ ഉറവയിലേക്ക് നാം കടന്നു ചെല്ലുവാൻ ഈശോയെ പുതിയ ദേവാലയമായി യോഹന്നാൻ അവതരിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 2:21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഈശോയെ പുതിയ ഒരു ദേവാലയമായി യോഹന്നാൻ എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ആ സാന്നിധ്യം, എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കുക, ഞാനത് പുനരുദ്ധരിക്കും, 3 ദിവസത്തിനകം പുനരുദ്ധരിക്കുമെന്ന് പറയുന്നത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, മറിയം ത്രേസ്യ തമ്പുരാൻ്റെ വചനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ നിന്ന് ചൈതന്യം പ്രാപിച്ചുകൊണ്ട് ധന്യമായ ഒരു ജീവിതം നയിച്ചു എങ്കിൽ നമ്മുടെയും ജീവിതം ആ സഹോദരിയുടെ ജീവിതം പോലെ ധന്യമായ ഒരു ജീവിതമാക്കുവാൻ, നമ്മുടെ ദാഹമകറ്റുവാൻ നാം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. ജീവൻ്റെ ഉറവയിൽ നിന്ന് ആവോളം ആസ്വദിച്ചുകൊണ്ട് ധന്യമായ ഒരു ജീവിതം ആത്മാവിൻ്റെ നിറവിലൂടെ നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ജനത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കണമേ എന്ന് മറിയം ത്രേസ്യയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.